തരം തിരുവേദം മനസമോദ വികാസം. അന്യഭാഷ എല്ലാ കാലഘട്ടത്തിലും ഒരു വിവാദ വിഷയമാണ്. കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലയിലുള്ള എൻ്റെ ഗ്രാമമായ വാകത്താനത്തെ ഷിബു എസ് നായർ എന്ന ഒരു മോഷ്ടാവെ അദ്ദേഹം അന്യഭാഷ പറഞ്ഞുകൊണ്ട് മോഷ്ടിച്ച് അറസ്റ്റിലായി വാകത്താനത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം ലോക്കപ്പിലായിരിക്കുമ്പോൾ പോലീസുകാരെ ആവശ്യപ്പെട്ട് വീണ്ടും അദ്ദേഹം അന്യഭാഷ പറയുകയുണ്ടായി. അപ്പോൾ ആ അന്യഭാഷ വിവാദത്തോടുകൂടി അന്യഭാഷയ്ക്ക് എന്ന ആ വിവാദത്തിന് മറ്റൊരു മാനം കൈവന്നിരിക്കുകയാണ്. കള്ളന്മാർക്ക് അന്യഭാഷ പറയുവാൻ സാധിക്കുമോ? അതുമാത്രമല്ല, ഈ അന്യഭാഷ മറ്റൊരു വ്യക്തി AI സഹായത്തോടെ വ്യാഖ്യാനിച്ച് അത് ദൈവത്തിൻ്റെ ദൂതാണ് എന്ന് സമർത്ഥിക്കുവാനുള്ള ഒരു ശ്രമം കൂടെ നടത്തിയുണ്ടായി. ഈ സംഭവം സംബന്ധിച്ച് മലയാളത്തിലെ വിവിധ മാധ്യമങ്ങളിൽ, വിവിധ സോഷ്യൽ മീഡിയകളിൽ ഒട്ടനവധി വീഡിയോകൾ വരികയുണ്ടായി. പലതും ഞാനും ശ്രദ്ധിക്കുകയുണ്ടായി. ആ വീഡിയോകളിൽ കമൻറ്റുകൾ ശ്രദ്ധിച്ചപ്പോഴും അതുപോലെ അവതാരകരുടെ അന്യഭാഷ സംബന്ധിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിച്ചപ്പോഴും ദൈവവചനത്തിൽ നിന്നും വളരെ വിരുദ്ധമായ ചില പരാമർശങ്ങളാണ് അവിടെ ഞാൻ ശ്രദ്ധിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ഈ വിഷയം സംബന്ധിച്ച് ഇറക്കണം എന്നുള്ള ഒരു തീരുമാനം എൻ്റെ മനസ്സിൽ ഉണ്ടാകുന്നത്. കള്ളന്മാർക്ക് അന്യഭാഷ പറയാൻ പറ്റുമോ? ഈ കള്ളൻ പറഞ്ഞ അന്യഭാഷ മാത്രമാണോ കള്ളം? അപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ച് ബൈബിൾ എന്ത് പറയുന്നു എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തമായ ഒരു പഠനമാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഷിബു എസ് നായർ പറഞ്ഞ അന്യഭാഷ നമ്മൾ ശ്രദ്ധിച്ചതാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ അന്യഭാഷയും അതുപോലെ വളരെ പ്രചാരത്തിലുള്ള ഒരു പാസ്റ്ററുടെ അന്യഭാഷയും നമുക്ക് ഒന്നുകൂടെ നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്പോൾ തന്നെ ഇന്ന് അന്യഭാഷ എന്ന പേരിൽ കേൾക്കുന്ന അവ്യക്ത വാക്കുകളും അതുപോലെ അപശബ്ദങ്ങളും ഒട്ടുമിക്ക ക്രൈസ്തവേതര മതങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മളെ ഓർക്കേണ്ടത് ആവശ്യമാണ്. പ്രാചീന കാലം മുതൽ തന്നെ ക്രൈസ്തവ ഇതരമായിട്ടുള്ള വിവിധ മതങ്ങളിൽ അന്യഭാഷകൾ, അതായത് ഇന്ന് നമ്മൾ കേൾക്കുന്ന നിലയിലുള്ള അന്യഭാഷകൾ, വേദവസ്തുത്തിൽ പറഞ്ഞിട്ടുള്ള അന്യഭാഷകളല്ല, ഇന്ന് അന്യഭാഷകൾ എന്ന നിലയിലെ ചില വ്യക്തികളുടെ ഇടയിൽ അല്ലെങ്കിൽ ചില സമൂഹങ്ങളുടെ ഇടയിൽ കേൾക്കുന്ന അന്യഭാഷകൾ കൊരിന്തിലുള്ള ഡെൽഫിയുടെ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന പ്രേതാർച്ചകർ അവരെ അന്യഭാഷകളിൽ സംസാരിച്ചിരുന്നു. അതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഗൂഢമതങ്ങളിൽ, അതായത് ഒസിറിയസ്, മിത്ര, അതുപോലെ എലയൂസ്യൻ, ഡയനീഷ്യൻ, അതുപോലെ ഓർഫിക് തുടങ്ങിയ ഈ കൾട്ടുകൾക്ക് ഇടയിലും ഇന്ന് കേൾക്കുന്ന നിലയിലുള്ള അപശബ്ദങ്ങളും അതുപോലെ വാക്കുകളുടെ ആവർത്തനവും ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം സാക്ഷിക്കുന്നത്. മുസ്ലിങ്ങളുടെ ഇടയിൽ, വിശേഷിച്ചും ഇന്ത്യയിൽ ഫക്കീറുകൾ എന്ന് പറയുന്ന ആ വ്യക്തികൾ അവർ അന്യഭാഷകളിൽ സംസാരിക്കും. അതുപോലെ മുഹമ്മദ് നബിയും അന്യഭാഷകൾ സംസാരിച്ചിരുന്നു എന്നാണ് ചില രേഖകളിൽ ഇവിടെ ലഭിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ പോലും ടിബറ്റിലെ ബുദ്ധ സന്യാസികളും അതുപോലെ ഹെയ്ത്തി, ഗ്രീൻലാൻഡ്, ആഫ്രിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ചില മതങ്ങളിലും അന്യഭാഷകളുണ്ട്. അല്ലെങ്കിൽ ഈ നിലയിൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന ഈ മോഷ്ടാവായ ഷിബു എസ് നായർ പറഞ്ഞതുപോലെയൊക്കെയുള്ള അന്യഭാഷകളുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മലബാറിൽ, വിശേഷിച്ച് കണ്ണൂരിലുള്ള ഈ തെയ്യക്കോലങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ തെയ്യക്കോലങ്ങൾ, തെയ്യം കെട്ടുന്ന അല്ലെങ്കിൽ ആ കോലം കെട്ടുന്ന ആ വ്യക്തികളും ഇങ്ങനെയുള്ള ചില അശരീരികളും അതുപോലെ ചില വാക്കുകളുടെ ആവർത്തനവും അപശബ്ദങ്ങളും പുറപ്പെടുവിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽ പലപ്പോഴും പെട്ടിട്ടുണ്ട്.
അപ്പോൾ ഈ ഇന്ന് അന്യഭാഷകൾ എന്ന നിലയിൽ പറയുന്ന ഈ കാര്യങ്ങൾ അല്ല വേദപുസ്തകത്തിൽ അന്യഭാഷ എന്ന നിലയിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക. എന്താണ് അന്യഭാഷ എന്ന് പറഞ്ഞാൽ ഒരു നിർവചനം ഈ നിലയിൽ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നൽകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലരുടെ പുസ്തകം 2-ാം അധ്യായത്തിലാണ് ആദ്യമായി അന്യഭാഷ എന്ന നിലയിൽ ഒരു സംഭവം നടന്നതായിട്ട് നമ്മൾ വായിക്കുന്നത്. അത് യെരുശലേമിലായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം പെന്തക്കോസ്ത് പെരുന്നാളിന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ഏകദേശം 17ഓളം ഭാഷക്കാരായ ആൾക്കാർ അന്ന് ഈ പെരുന്നാളിന് വേണ്ടി വന്നു എന്നാണ് അപ്പോസ്തലരുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അന്ന് യേശുക്രിസ്തുവിൻ്റെ കൽപ്പന അനുസരിച്ച് കാത്തിരുന്ന ആ വ്യക്തികൾ അവരെ വിവിധ ഭാഷകളിൽ സംസാരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു, ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അന്യഭാഷകൾ എന്ന് പറയുന്നത് യഥാർത്ഥമായി മനുഷ്യരുടെ ഭാഷയാണ്. ഈ പെന്തക്കോസ്ത് പെരുന്നാൾ സംഭവിച്ചത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കടന്നു വന്ന ഈ 17ഓളം ഭാഷക്കാർ ഗലീല ഭാഷകൾ അറിയാവുന്ന, അതായത് അരമായ ഭാഷയോ അല്ലെങ്കിൽ യവന ഭാഷയോ ഒരു പക്ഷെങ്കിൽ അന്നത്തെ മതഭാഷ എന്ന നിലയിൽ യഹൂദരുടെ മതഭാഷയായിരുന്ന എബ്രായ ഭാഷയോ മാത്രം അറിയാവുന്ന, വേണ്ടത്ര വിദ്യാഭ്യാസമില്ലാത്ത ഈ മുക്കുവന്മാരായിരുന്ന ഈ ശിഷ്യന്മാർ അവരെ വിവിധ ഭാഷകളിൽ സംസാരിച്ചു എന്നാണ് നമ്മൾ പുറത്തുവത്സം 2-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അപ്പം അന്യഭാഷ എന്ന് പറയുന്നത് ദൈവം ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ വ്യത്യസ്തമായ ഭാഷകൾ സംസാരിപ്പാൻ ദൈവം നൽകുന്ന കഴിവാണ്. അത് തൻ്റെ മാതൃഭാഷയല്ല, അതുപോലെ തൻ്റെ സ്വന്തം ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ പരിശ്രമം കൊണ്ടോ പഠിച്ചെടുത്ത ഒരു ഭാഷയല്ല അന്യഭാഷ എന്ന് പറയുന്നത്. അപ്പം അന്യഭാഷ ഭൂമിയിൽ നിലവിലുള്ള ഒരു യഥാർത്ഥമായ ഭാഷയാണ്. അപ്പോൾ ഈ അന്യഭാഷ പറയുന്ന ആൾക്കാരുടെ ഇടയിൽ അന്യഭാഷയെ സംബന്ധിച്ച് പോലും വളരെ വ്യത്യസ്തമായ, വളരെ രസകരമായ അഭിപ്രായങ്ങളാണുള്ളത്. അപ്പോൾ ചില ആൾക്കാർ പറയും ഈ അന്യഭാഷ എന്ന് പറയുന്നത് ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഭാഷയാണ്, അത് ദൈവത്തിന് മാത്രം അറിയാവുന്ന ഭാഷയാണ്, അത് സംസാരിക്കുന്ന വ്യക്തിക്കും അറിയില്ല, കേൾക്കുന്ന വ്യക്തിക്കും അറിയില്ല, ദൈവത്തിന് മാത്രം അറിയാൻ പറ്റുന്ന ഒരു ഭാഷയാണെന്ന് ഒരു കൂട്ടർ പറയാറുണ്ട്. അതുപോലെ മറ്റു ചില ആൾക്കാരെ പറയുന്നത് ഇത് ദൂതന്മാരുടെ ഭാഷയാണ്, അതുപോലെ ഇത് സ്വർഗത്തിൻ്റെ ഭാഷയാണ് ഒരു കൂട്ടർ പറയും. ചില ആൾക്കാർ പറയുന്നത് ഇത് സാത്താന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പ്രാർത്ഥനാ ഭാഷയാണ്, അതുപോലെ സ്വന്തം ആത്മീക വർധനു വേണ്ടി ദൈവത്തോട് സംസാരിക്കാനുള്ള ഒരു മാധ്യമമാണ്, ഒരു ഭാഷയാണ് ഈ അന്യഭാഷ എന്ന് ചില ആൾക്കാർ പറയും. അപ്പൊ ഇങ്ങനെ അന്യഭാഷയെ സംബന്ധിച്ച് സ്വർഗീയ ഭാഷയാണെന്നും ദൂതന്മാരുടെ ഭാഷയാണെന്നും സാത്താന് മനസ്സിലാകാത്ത ഭാഷയാണെന്നും പ്രാർത്ഥനാ ഭാഷയാണെന്നും ആത്മീയവർദ്ധനുള്ള ഭാഷയാണെന്നും ഇത് ആത്മാവിനെ പ്രാപിച്ചു എന്നതിൻ്റെ അടയാളമാണെന്നും ഇത് അഭിഷേകത്തിൻ്റെ അടയാളമാണ്, ഇങ്ങനെയുള്ള 100 അഭിപ്രായങ്ങളാണ് അന്യഭാഷ പറയുന്ന ആൾക്കാരുടെ ഇടയിൽ പോലും, അന്യഭാഷ എന്ന നിലയിൽ ഈ പ്രതിഭാസം നിലനിൽക്കുന്ന ആൾക്കാരുടെ ഇടയിൽ പോലും അന്യഭാഷയെ സംബന്ധിച്ചുള്ളത്. അന്യഭാഷ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഈ നിർവചനങ്ങളിൽ പെടുന്നതല്ല. അന്യഭാഷ എന്ന് പറയുന്നത് ലോകത്തിൽ നിലവിൽ ഉള്ള ഒരു ഭാഷയിൽ സംസാരിക്കുവാൻ ദൈവം ഒരു വ്യക്തിക്ക് തൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നൽകുന്ന കഴിവിനെയാണ്, വരത്തെയാണ് അന്യഭാഷ എന്ന് പറയുന്നത്. അതാദ്യം നടന്ന സംഭവം എന്ന് പറയുന്നത് അപ്പോസ്തലരുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ ആദ്യ ഭാഗങ്ങളിലാണ്. നമ്മൾ അവിടെ വായിക്കുമ്പോൾ 2-ന്റെ 7-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായ വളരെ ചുരുക്കം ഭാഷകൾ, യവന ഭാഷ മാത്രം സംസാരിച്ചിരുന്ന ഈ വ്യക്തികൾ, അല്ലെങ്കിൽ എബ്രായ ഭാഷ ഒരുപക്ഷെ എല്ലാവർക്കും അറിയില്ല എങ്കിൽ പിന്നെ ചില ആൾക്കാർ സംസാരിച്ചിരുന്നിരിക്കാം, അവരോടുള്ള ബന്ധത്തിൽ അവരെ ഈ കൂടി വന്ന വ്യത്യസ്ത ഭാഷക്കാരായ 17 രാജ്യങ്ങളിൽ നിന്ന് വന്ന് ആ ജനതതി അല്ലെങ്കിൽ ആ ജനവിഭാഗം ഈ ശിഷ്യന്മാർ വിവിധ ഭാഷകളിൽ സംസാരിച്ചത് കേട്ടപ്പോൾ അവർ പറഞ്ഞ വാക്കാണ് 2-ന്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. എല്ലാവരും ഭ്രമിച്ചു, ആശ്ചര്യപ്പെട്ടു. എന്നിട്ട് അവർ താങ്കളോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കുകയാണ്, കൂടി വന്ന ജനങ്ങൾ തമ്മിൽ ചോദിക്കുകയാണ്, ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? അപ്പൊ ഈ പെന്തക്കോസ്ത് പെരുന്നാളിന് ഒരുപക്ഷെ കേരളത്തിൽ നിന്ന്, ഈ കൊച്ചിയിൽ നിന്ന് ഒരു യഹൂദൻ പോയിരുന്നെങ്കിൽ
ഒരുപക്ഷെ ആ വ്യക്തിയെ സംബന്ധിച്ച് ആ യഹൂദൻ ഒരുപക്ഷെ മലയാളം കേൾക്കാം, അല്ലെങ്കിൽ ഒറിയക്കാരൻ പോയിരുന്നെങ്കിൽ, ഒറീസയിൽ നിന്നുള്ള വ്യക്തി പോയിരുന്നെങ്കിൽ ഒറിയ ഭാഷയിലായിരിക്കണം അന്ന് ഈ ശിഷ്യന്മാരിൽ ഒരാൾ സംസാരിക്കുക. അപ്പൊ എന്തായിരുന്നാലും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർ, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായ ആൾക്കാർ, മറ്റുള്ള ഭാഷകൾ പരിചയമില്ലാത്ത ആൾക്കാർ, അവർ ഒരിക്കലും പഠിച്ചിട്ടില്ലാത്തതും അവരുടെ സ്വന്തം ഭാഷയുമല്ലാത്ത ആ ഭാഷകളിൽ കൂടി വന്നവരുടെ സ്വന്തം ഭാഷകളിൽ അവരെന്ത് ചെയ്തു? സംസാരിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതിന്റെ 11ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഈ പ്രതിഭാസം അവിടെ ഉണ്ടായപ്പോൾ അവിടെ ഈ കൂടി വന്ന ജനം ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അവിടെ മനോഭാവം നമ്മൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: നാം ജനിച്ച നമ്മുടെ ഭാഷകളിൽ ഇവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിച്ച് കേൾക്കുന്നത് എന്തേ? അപ്പൊ ഈ അന്യഭാഷ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ വാക്കുകളല്ല. ഷിബു എസ് നായർ 3-4 വാക്കുകൾ പറഞ്ഞു. ആ വാക്കുകളെ അദ്ദേഹം ബൈഹാർട്ട് ചെയ്തതാണ്. ഇന്ന് സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്ന, അതുപോലെ ഈ കൂട്ടരുടെ ഒക്കെ പ്രസംഗം ശ്രദ്ധിക്കുന്ന ഏതൊരു വ്യക്തിക്കും നമുക്കറിയാം, അവരൊക്കെ പറയുന്ന അന്യഭാഷകൾ ആവർത്തിച്ചുള്ള അന്യഭാഷകളാണ്. ഇതൊക്കെ എനിക്കും നിങ്ങൾക്കുമൊക്കെ കാണാപ്പാഠം പഠിക്കാൻ സാധിക്കും. ഷിബു എസ് നായരും ഒരുപക്ഷെ അദ്ദേഹം ആ നിലയിൽ പഠിച്ചതായിരിക്കാം എന്നുള്ളതാണ് അത് വ്യക്തമാക്കുന്നത്. അപ്പൊ എന്തായിരുന്നാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഈ വ്യക്തികൾ, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ പറഞ്ഞ അന്യഭാഷ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ വാക്കുകളോ അപശബ്ദങ്ങളോ അല്ല. അവരുടെ കൂടി വന്ന ജനത്തിന്റെ ഭാഷകളിൽ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ എന്ത് ചെയ്തു? പ്രസ്താവിക്കുകയാണ് ചെയ്തത്. അപ്പൊ അന്യഭാഷ എന്ന് പറയുന്നത് ഒരിക്കലും നിലവിലില്ലാത്ത ഒരു ഭാഷയല്ല, ദൂതന്മാരുടെ ഭാഷയല്ല, സ്വർഗത്തിലെ ഭാഷയല്ല, ഇത് സാത്താനെ കബളിപ്പിക്കാനുള്ള ഒരു ഭാഷയല്ല, ആത്മീയവർദ്ധന വേണ്ടി സ്വയം ആത്മീയവർദ്ധന വരുത്താൻ വേണ്ടിയുള്ള ഒരു ഭാഷയല്ല, ദൈവത്തിന് മാത്രം അറിയാവുന്നതും സംസാരിക്കുന്ന വ്യക്തിക്കും കേൾക്കുന്ന വ്യക്തിക്കും മനസ്സിലാക്കാത്തതുമായ ഒരു ഭാഷയല്ല. അങ്ങനെ ഒരു ഭാഷയാണെങ്കിൽ ആ ഭാഷയിലൂടെ സംസാരിച്ചാൽ എന്താണ് ഒരു വ്യക്തിക്ക് ആത്മീയവർദ്ധന ഉണ്ടാകുന്നത്? ഇത് കേൾക്കുന്നവർക്കും അറിയാൻ മേല, സംസാരിക്കുന്ന വ്യക്തിക്കും അറിയാമല്ല. അപ്പൊ പിന്നെ ദൈവത്തോടെ എന്ത് മർമ്മം പറയാൻ വേണ്ടിയാണ്? അപ്പൊ ഇവരൊക്കെ പറയുന്ന ആ വ്യാഖ്യാനങ്ങൾ അതാണ്, ഇത് മർമ്മമാണ്. അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, അന്യഭാഷ എന്ന് പറയുന്നത് യഥാർത്ഥമായ ഒരു ഭാഷയാണ്. അത് ലോകത്തിൽ നിലവിലുള്ള ഭാഷയാണ്. അത് പൗലോസ് വ്യക്തമായി 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ പറയുന്നുമുണ്ട്. അത് മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകാൻ എൻ്റെ സമയം എന്നെ അനുവദിക്കുന്നില്ല. ബൈബിളിൽ അന്യഭാഷ എന്നതിനോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ഭാഷയോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ച ഗ്രീക്ക് പദം ഗ്ലോസ എന്നാണ്. 50 തവണ ഈ ഗ്ലോസ എന്ന ആ വാക്ക് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൽ 50-ൽ 33 തവണ ഈ വാക്കിന്, ഗ്ലോസ എന്ന വാക്കിന് 2 അർത്ഥങ്ങളുണ്ട്. ഒന്ന് മനുഷ്യന്റെ നാവ്, ഹ്യൂമൻ ടങ്. മറ്റൊന്ന് ലാംഗ്വേജ് അല്ലെങ്കിൽ ടങ്, ഭാഷ എന്നാണ്. 33 തവണ ഭാഷ എന്ന ആ ആശയത്തിലാണ്, അല്ലെങ്കിൽ അർത്ഥത്തിലാണ് ഗ്ലോസ എന്ന വാക്ക് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റ് 17 ഭാഗങ്ങളിൽ ഗ്ലോസ എന്ന വാക്ക് മനുഷ്യരുടെ നാവ് എന്ന ആശയത്തിലുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ വേദപുസ്തകത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാൻ സാധിക്കുന്നത്, ഏതൊരു ഭാഗത്തും അന്യഭാഷ എന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ എല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഗ്ലോസയാണ്. ആ ഗ്ലോസയുടെ അർത്ഥം ഭാഷ എന്ന് മാത്രമാണ്. 17 ഭാഗങ്ങളിൽ നാവിനോടുള്ള ബന്ധത്തിൽ, മനുഷ്യന്റെ നാവ് എന്ന അർത്ഥത്തിലും ഗ്ലോസ എന്ന ഗ്രീക്ക് പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ പഴയ നിയമത്തിലെ സെപ്റ്റുജന്റിൽ, പഴയ നിയമത്തിന്റെ ഗ്രീക്ക് പരിഭാഷയാണ് സെപ്റ്റുജന്റ് എന്ന് വിളിക്കുന്നത്. ആ സെപ്റ്റുജന്റിൽ ഗ്ലോസ എന്ന വാക്ക് 30 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത്, അന്യഭാഷ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ വാക്കുകളല്ല, അതൊരു ഭാഷയാണ്. 2-ാം അധ്യായത്തിന്റെ, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തൻ താന്താന്റെ ഭാഷയിൽ, അതായത് അവിടെ ഭാഷയിൽ നിന്ന് ഉപയോഗിച്ചത് ഇൻ അവർ ഓൺ ടങ്, അതായത് ഡയലക്ടോസ്, ആ വാക്കിൽ നിന്നാണ് ഡയലക്ടോസ് എന്ന വാക്കുണ്ടായത്. നമുക്കറിയാം ഡയലക്ട്, ഭാഷാ ഭേദം എന്നാണ്. അപ്പൊ ഈ അന്യഭാഷ എന്ന് പറയുന്നത് യഥാർത്ഥമായിട്ടുള്ള ഭാഷയാണ്, മനുഷ്യർ സംസാരിക്കുന്ന ഭാഷയാണ്, അല്ലാതെ ദൂതന്മാർ സംസാരിക്കുന്ന ഭാഷയൊന്നുമല്ല. ദൂതന്മാർക്ക് ഭാഷയാണ്, ഞങ്ങൾ സംസാരിക്കുന്ന ദൂതന്മാരുടെ ഭാഷയാണ് എന്ന് ഇവർക്ക് എങ്ങനെ അറിയാം? ദൂതന്മാർ എപ്പോഴെങ്കിലും മനുഷ്യരോട് വേദോസത്തിൽ സംസാരിച്ചിട്ടുണ്ടോ? അതെല്ലാം അവർ സംസാരിച്ചിട്ടുള്ളത് മനുഷ്യരുടെ ഭാഷയിലായിരുന്നു. ദൈവം പല വ്യക്തികളോട്, അല്ലെങ്കിൽ ദൈവം തൻ്റെ ദൂതന്മാർ മുഖാന്തരം സംസാരിച്ച് വായിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വളരെ പ്രസിദ്ധമായ സംഭവമാണല്ലോ മറിയയ്ക്ക് യേശുവിന്റെ ജനനത്തെക്കുറിച്ച് ഉള്ള ആ ഒരു സന്ദേശം ഗബ്രിയേൽ ദൂതനോട് അറിയിക്കുന്നത്. ഗബ്രിയേൽ മറിയോട് സംസാരിച്ച് ഏത് ഭാഷിച്ചത്? മറിയയുടെ ഭാഷയിലാണ്. മറിയയുടെ ഭാഷ യവന ഭാഷയാണെങ്കിൽ ആ ഭാഷയിലാണ് ഈ ദൂതൻ മറിയോട് സംസാരിച്ചത്. അതുകൊണ്ട് വേദോസത്തിൽ എങ്ങും
ദൂതന്മാരുടെ ഭാഷ ഏതാണ് എന്ന് പറയത്തക്ക നിലയിൽ ഒരു സംഭവം നമ്മൾ വായിക്കുന്നില്ല. എന്നാൽ ദൂതന്മാർ പല വ്യക്തികളോട്, സ്ത്രീകളോടും പുരുഷന്മാരോടും ഒക്കെ സംസാരിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെയെല്ലാം ഈ ദൂതന്മാർ സംസാരിച്ചത് മനുഷ്യരുടെ, ആ വ്യക്തികളുടെ ഭാഷയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് അന്യഭാഷ എന്ന് പറയുന്നത് ഇത് വ്യക്തമായ ഒരു ഭാഷയാണ്. വേദവസ്തുത്തിൽ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലും അതുപോലെ 14-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം, അതുപോലെ 27, 28 വാക്യങ്ങളിലൊക്കെ അവിടെ വിവിധ ഭാഷകൾ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ഉപയോഗിച്ചത് ഹെറ്ററോഗ്ലോസോസ് എന്നാണ്, അതായത് വിവിധ ഭാഷകൾ. ആ വാക്ക് ഈ ലോകത്തിൽ നിലവിലുള്ള ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ ഭാഷകളോടുള്ള ബന്ധത്തിനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം അന്യഭാഷകൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അന്യഭാഷ എന്ന് പറയുന്നത് നിലവിലുള്ള ഒരു ഭാഷയാണ്, മനുഷ്യർ സംസാരിക്കുന്ന ഭാഷയാണ്. അതുപോലെ അന്യഭാഷയുടെ വ്യാഖ്യാനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിലും അതുപോലെ 13-ാം അധ്യായത്തിലൊക്കെ വ്യാഖ്യാനത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. വ്യാഖ്യാനിക്കുക എന്ന് പറയുന്ന ഒരു ഭാഷയെ മാത്രമേ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 1-2 വാക്കുകൾ എടുത്തിട്ട്, ഒരു വാക്കെടുത്ത് ആ വാക്കിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഒരു ഭാഷയാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയുവാൻ സാധിക്കുന്നില്ല. ദൈവം മനുഷ്യരോട് സംസാരിച്ച, അല്ലെങ്കിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ആ സന്ദേശങ്ങൾ ദൈവം തൻ്റെ ദാസന്മാർക്ക് ഒരു ഭാഷയായിട്ട്, അല്ലെങ്കിൽ ഒരു സന്ദേശമായിട്ട് ആണ് നൽകുന്നത്. 1-2 വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ ഒരു ഭാഷയാണെന്നോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതാണെന്നോ നമുക്ക് ഒരിക്കലും പറയുവാൻ കഴിയുന്നില്ല. ഇതിനെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ ഒരു വിശദീകരണമാണ് 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ അന്യഭാഷ മനുഷ്യരുടെ ഭാഷയാണ്, നിലവിലുള്ള ഭാഷയാണ്. ആ ഭാഷയിൽ ഒരു വ്യക്തിക്ക് സംസാരിപ്പാൻ ദൈവം നൽകുന്ന കൃപാവരത്തെയാണ് അന്യഭാഷ എന്ന് പറയുന്നത്. ഇത് ഒരു വിശദമായ ഒരു വിഷയമാണ്. അതിലെ ഈ ഒരു ചെറിയ ഒരു ക്ലാസ് കൊണ്ട്, അല്ലെങ്കിൽ ഒരു വീഡിയോയിലൂടെ അത് വിശദമാക്കാൻ സാധിക്കില്ല. ഈ വിഷയത്തെ സംബന്ധിച്ച് പഠിക്കുവാൻ ഏറ്റവും സഹായകരമായ ചില ഗ്രന്ഥങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ദി ഹോളി സ്പിരിറ്റ് ആൻഡ് അപ്പീൽ ഫോർ മച്യൂരിറ്റി എന്ന ഈ ബുക്ക് ഒരു അസംബ്ലീസ് ഓഫ് ഗോഡ്, അതായത് ഒരു പെന്തക്കോസ്ത് സമൂഹത്തിലെ വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് ഡോക്ടർ ജോൺ താന്നിക്കൽ. അദ്ദേഹം ബാംഗ്ലൂരിലെ ന്യൂ ലൈഫ് ബൈബിൾ കോളേജിന്റെ ഫൗണ്ടർ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ ദീർഘവർഷക്കാലം പെന്തക്കോസ്ത് സഭയുടെ ശുശ്രൂഷകരായിരുന്നു. അദ്ദേഹം ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ദീർഘനാളുകളിൽ പെന്തക്കോസ്ത് സമൂഹത്തിൽ ഉള്ള ബന്ധത്തിലായിരുന്നു. ഇന്നും ഒരു പെന്തക്കോസ്തിലെ ഒരു പാസ്റ്ററാണ്. ഞാൻ ഒരു ബൈബിൾ കോളേജിന്റെ പ്രസിഡന്റാണ്. ലോക പെന്തക്കോസ്ത് സമ്മേളനത്തിന് ഇന്ത്യയിൽ നിന്നുള്ള ഒരു പ്രതിനിധിയാണ് ഞാൻ. പക്ഷെ ഞാൻ ഒരിക്കലും ഇന്ന് പെന്തക്കോസ്ത് സമൂഹത്തിൽ കേൾക്കുന്ന നിലയിലുള്ള അന്യഭാഷകൾ വേദപുസ്തകത്തിലുള്ള അന്യഭാഷകളായിട്ട് എനിക്ക് കാണാൻ സാധിക്കുകയില്ല. ബൈബിളിൽ പറഞ്ഞ നിലയിലുള്ള അന്യഭാഷകൾ പെന്തക്കോസ്ത് സഭകളിൽ ഈ കാലഘട്ടം വരെയും എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ജോൺ താന്നിക്കൽ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പുസ്തകത്തിന്റെ മലയാള പരിഭാഷ ഇറക്കിയത് തിരുവല്ലയിലുള്ള ഒരു പെന്തക്കോസ്ത് പ്രസാധകരായ റീഡേഴ്സ് പബ്ലിക്കേഷൻസ് ആണ്. പരിശുദ്ധാത്മാവ് പക്വതയ്ക്ക് വേണ്ടിയുള്ള ആഹ്വാനം എന്നാണ് ആ പുസ്തകം. ഈ പുസ്തകം ഞാൻ ഈ വിഷയം പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ശുപാർശ ചെയ്യുന്നു. അദ്ദേഹം ഒരു പെന്തക്കോസ്ത് എഴുത്തുകാരൻ കൂടിയാണ് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊന്ന്, കരിസ്മാറ്റിക് പ്രസ്ഥാനം ഒരു പഠനം. ഈ പുസ്തകവും പെന്തക്കോസ്ത് അതുപോലെ കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളുടെ ഇടയിലുള്ള ഇങ്ങനെയുള്ള ചില പഠിപ്പിക്കലുകളെ കുറിച്ചുള്ള ഒരു നിരൂപണമാണ്. ഇത് നിങ്ങൾക്ക് ലഭ്യമാണ്. ആവശ്യപ്പെട്ടാൽ ഇത് ഞാൻ അയച്ചു തരുന്നതാണ്. അതുപോലെ അന്യഭാഷ സത്യവും മിഥ്യയും എന്ന പേരിലുള്ള മറ്റൊരു പുസ്തകമുണ്ട്. അന്യഭാഷ എന്ന ആ വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായി വിശദീകരിക്കുന്ന, പഠിക്കാൻ സഹായകരമായ ഒരു ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥവും നിങ്ങൾക്ക് ലഭ്യമാണ്. ആവശ്യപ്പെടുന്നുവെങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ നൽകുന്നതായിരിക്കും. ഇത് സംബന്ധിച്ചിട്ടുള്ള ചില പഠനങ്ങൾ പിന്നീട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ഉപദേശത്തെ നാം പുനർനിർമ്മിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. സഭകളെ പുനർനിർമ്മിക്കുന്ന പോലെ തന്നെ തകർന്നു പോയ ഉപദേശങ്ങളെ പുനർനിർമ്മിക്കാനും ഈ ഒരു പഠനം നിങ്ങൾക്ക് സഹായകരമായി തീരട്ടെ. റീബിൽഡ് യുവർ ചർച്ച്, റീബിൽഡ് യുവർ ഡോക്ട്രിൻ, റീബിൽഡ് യുവർ ക്രിസ്ത്യൻ ലൈഫ്. അപ്പോൾ ഈ ഒരു പഠനം നിങ്ങൾക്ക് താല്പര്യമാണ് എങ്കിൽ ഇത് പങ്കുവയ്ക്കുക, ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് ഇവിടെ നൽകിയിട്ടുള്ള ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ദൈവത്തെ ഒരിക്കലും പരിഹസിക്കുവാൻ പാടുള്ളതല്ല. ഇത് വേദപുസ്തകത്തിൽ നൽകിയിട്ടുള്ള കൃപാവരങ്ങളിൽ ഒന്നാണ്. ആ വരങ്ങൾ ഇന്ന് നിലവിലുണ്ടോ?
ആ കാര്യങ്ങളൊക്കെ മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. ഷിബു എസ് നായരുടെ അന്യഭാഷയും അത് സംബന്ധിച്ച് വന്ന വീഡിയോകളിലുള്ള ദൈവവചന വിരുദ്ധമായ ചില പ്രസ്ഥാനങ്ങളുമാണ് ഇങ്ങനെ ഒരു ക്ലാസ്സിനെ എന്നെ പ്രേരിപ്പിച്ചത്. ഇത് ശ്രദ്ധിച്ച എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു.